أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ബദരി സഹാബാക്കളെ കുറിച്ചുള്ള പരാമർശത്തിൽ ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞു വരികയായിരുന്നു. അദ്ദേഹത്തിന്റെ ഗുണമാഹാത്മ്യങ്ങളെ കുറിച്ചായിരുന്നു വിവരിച്ചിരുന്നത്. ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനമാഹാത്മ്യത്തെക്കുറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് മനസ്സിലാക്കിയിരുന്നത്, അല്ലെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൃഷ്ടിയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനമാഹാത്മ്യം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചുള്ള ചില നിവേദനങ്ങൾ വിവരിക്കുന്നതായിരിക്കും. മക്ക കാലഘട്ടത്തിൽ ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസത്തിൽ 1-2 തവണ എന്തായാലും സന്ദർശിച്ചിരുന്നു. അങ്ങനെ ഒരു സൗഭാഗ്യം, അതുപോലെ തന്നെ മഹാത്മ്യവും ഹസ്രത്ത് അബൂബക്കറിന് ലഭിച്ചിട്ടുണ്ട്. ഹസ്രത്ത് അംർ ബിൻ ആസ് പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ദാത്തു സലാസിൽ യുദ്ധത്തിനായുള്ള സൈന്യാധിപനായി നിയമിച്ചു അയക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നു, ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് വന്നു. എന്നിട്ട് ഇപ്രകാരം ചോദിച്ചു, ജനങ്ങളിൽ വെച്ച് അങ്ങേക്ക് ഏറ്റവും പ്രിയങ്കരൻ ആരാണ്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ. ഞാൻ ചോദിച്ചു, പുരുഷന്മാരിൽ ആരാണ് ഏറ്റവും പ്രിയപ്പെട്ടത്? അപ്പോൾ തിരുനബി പറഞ്ഞു, അവരുടെ പിതാവ്. ഞാൻ ചോദിച്ചു, അതിനുശേഷം ആരാണ്? അപ്പോൾ തിരുനബി പറഞ്ഞു, ഉമർ ബിൻ ഖത്താബ്. തിരുനബി ഇതുപോലെ മറ്റു ചില പുരുഷന്മാരുടെയും പേര് എടുത്തു പറയുകയുണ്ടായി. ഹദരത്ത് സലമ ബിൻ ഉഖുഅ പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു നബി ഇല്ലെങ്കിൽ ഹദരത്ത് അബൂബക്കർ ജനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനും ഉന്നതനായ വ്യക്തി ആകുമായിരുന്നു. ഹദരത്ത് അനസ് ബിൻ മാലിക് നിവേദനം ചെയ്യുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, എൻ്റെ ഉമ്മത്തിനു മേൽ ഏറ്റവും അധികം കരുണയും കാരുണ്യവും ചെയ്യുന്ന എൻ്റെ ഉമ്മത്തിലെ വ്യക്തി അബൂബക്കറാണ്. ഹദരത്ത് അബൂ സഈദ് നിവേദനം ചെയ്യുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഉന്നത സ്ഥാനീയരായ ആളുകൾ അവർക്ക് താഴെയുള്ള ആളുകളെ കാണുന്നതാണ്. നിങ്ങൾ ഉദിച്ചുയരുന്ന നക്ഷത്രങ്ങളെ കാണുന്നത് പോലെ, അതായത് ഉന്നത സ്ഥാനത്തുള്ള ആളുകൾ അവർക്ക് കീഴിലുള്ള ആളുകളെയും കാണുന്നതാണ്. അവർ അവരുടെ കീഴിലുള്ള ആളുകൾ കാണുന്നതാണ്. ഉന്നത സ്ഥാനീയരായ ആളുകൾ അവരുടെ താഴെയുള്ള ആളുകളെ നിങ്ങൾ ഉദിച്ചുയരുന്ന നക്ഷത്രങ്ങളെ കാണുന്നത് പോലെ കാണുന്നതാണ്. നിങ്ങൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ ആകാശത്തിന്റെ ചക്രവാളത്തിൽ നക്ഷത്രങ്ങളെ കാണുന്നത് പോലെ. അബൂബക്കറും ഹസരത്ത് ഉമറും അവരിൽപ്പെട്ടവരാണ്. അതായത് അവർ ഉന്നത സ്ഥാനീയരാണ്. അവരെ ജനങ്ങൾ ഉന്നതിയിലുള്ള നക്ഷത്രങ്ങളെ നോക്കുന്നത് പോലെ നോക്കുന്നതായിരിക്കും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ അത്രത്തോളം മഹത്വമേറിയവരാണ്. ഹസരത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, എനിക്കുമേൽ പ്രത്യുപകാരമുള്ളവരുടെതൊക്കെ തന്നെ പകരം ഞാൻ വീട്ടിയിരിക്കുന്നു, എന്നാൽ അബൂബക്കർ ഒഴികെ. അദ്ദേഹത്തിന്റെ ഔദാര്യം എൻ്റെ മേലുണ്ട്. അദ്ദേഹത്തിന്റെ ഔദാര്യത്തിനുള്ള പ്രതിഫലം ഖിയാമത്ത് നാളിൽ അള്ളാഹു നൽകുന്നതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അവസാന രോഗാവസ്ഥയിൽ ഇപ്രകാരം പറയുകയുണ്ടായി, ജനങ്ങളിൽ ആരും തന്നെ തങ്ങളുടെ ജീവൻ കൊണ്ടും ധനം കൊണ്ടും അബൂബക്കറിനേക്കാളും അധികം എന്നോട് നല്ല നിലയിൽ വർത്തിച്ചവരായിട്ടില്ല തന്നെ. ഞാൻ ജനങ്ങളിൽ ആരെയെങ്കിലും എൻ്റെ ആത്മമിത്രം അല്ലെങ്കിൽ ഖലീൽ ആക്കുമായിരുന്നെങ്കിൽ അത് അബൂബക്കറാണ്. എന്നാൽ ഇസ്ലാമുമായിട്ടുള്ള സൗഹൃദമാണ് ഏറ്റവും വലുത്. ഈ പള്ളിയുള്ള എൻ്റെ ഭാഗത്തേക്കുള്ള എല്ലാ വീടുകളുടെയും വാതിലുകൾ അടക്കുക, അബൂബക്കറിൻ്റെതൊഴികെ.
ഇത് ബുഖാരിയിലുള്ള നിവേദനമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കർ എന്നിൽപ്പെട്ടവനും ഞാൻ അദ്ദേഹത്തിൽപ്പെട്ടവനുമാണ്. അബൂബക്കർ ഇഹത്തും പരത്തും ഇഹ പരങ്ങളിലും എന്റെ സഹോദരനാകുന്നു. സുനൻ തിർമിസിയിൽ ഇങ്ങനൊരു നിവേദനമുണ്ട്. ഹജരത്ത് അനസ് നിവേദനം ചെയ്യുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജരത്ത് അബൂബക്കറിനെയും ഹജരത്ത് ഉമറിനെയും സംബന്ധിച്ച് പറയുകയുണ്ടായി, ഇവർ രണ്ടുപേരും സ്വർഗവാസികളുടെ നേതാക്കന്മാരാകുന്നു. സ്വർഗവാസികളിൽ പ്രായാധികമുള്ളവരുടെ ഭാഗത്തു നിന്നും പൂർവികരുടെയും പിൽക്കാലത്തുള്ളവരുടെയും എല്ലാം തന്നെ നേതാക്കന്മാരാകുന്നു. നബിമാരെയോ റസൂൽമാരെയോ മാറ്റി നിർത്തിയാൽ, അല്ലയോ അലി, അവരോട് രണ്ടുപേരോടും ഇക്കാര്യം പറയരുത്. നിവേദകൻ പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നിവേദനം അവർ രണ്ടുപേരോടെയും പങ്കുവെക്കുന്നതിൽ നിന്നും ഹസ്രത്ത് അലിയെ വിലക്കുകയുണ്ടായി. ഹസ്രത്ത് അനസിൽ നിന്നുള്ള നിവേദനം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിരിങ്ങളും അൻസാറുകളുമായ തന്റെ സ്വഹാബാക്കളുടെ അടുക്കൽ വന്നിരിക്കുമ്പോൾ അവരിൽ ഹസ്രത്ത് അബൂബക്കറും ഹസ്രത്ത് ഉമറും ഉണ്ടാകുമെങ്കിൽ ഹസ്രത്ത് അബൂബക്കറും ഹസ്രത്ത് ഉമറും അല്ലാതെ മറ്റാരും തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നേർക്കുനേർ കണ്ണുകൾ ഉയർത്തി നോക്കുമായിരുന്നില്ല. ഇവർ രണ്ടുപേരും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുഖത്തോട് മുഖം നോക്കുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെയും മുഖാമുഖം നോക്കുകയും അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കി പുഞ്ചിരി തൂകുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നോക്കി പുഞ്ചിരി തൂകുകയും ചെയ്യുമായിരുന്നു. ഹജരത്ത് ഇബ്നു ഉമർ നിവേദനം ചെയ്യുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജരത്ത് അബൂബക്കറിനോട് പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിലെ ഹൗസിൽ എന്നോടൊപ്പം ഉണ്ടാകും. അതുപോലെ ഹിറാ ഗുഹയിലും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഹജരത്ത് ജുബൈർ ബിൻ മുത്അം നിവേദനം ചെയ്യുന്നു, ഒരു സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് വന്നു ഏതോ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. അത് സംബന്ധിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തോ മാർഗനിർദ്ദേശം നൽകി. അപ്പോൾ ആ സ്ത്രീ ചോദിച്ചു, യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഇനി താങ്കളെ കാണാതിരിക്കുന്ന ഒരു സന്ദർഭം വരികയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അതായത് താങ്കളുടെ വഫാത്തിന് ശേഷം എനിക്ക് എന്തെങ്കിലും ആവശ്യം നേരിട്ടാൽ ഞാൻ എന്ത് ചെയ്യണം? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെ കാണാത്തപ്പോൾ അബൂബക്കറിന്റെ അടുത്തേക്ക് വരിക, അദ്ദേഹം നിന്റെ ആവശ്യം പൂർത്തീകരിച്ച് തരുന്നതാണ്. ഹസരത്ത് ഇബ്നു ഉമർ നിവേദനം ചെയ്യുന്നു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു വന്നു മസ്ജിദിലേക്ക് പ്രവേശിച്ചു. ഹസരത്ത് അബൂബക്കറും ഹസരത്ത് ഉമറും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടതും വലുതുമായി ഉണ്ടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ രണ്ടുപേരുടെയും കൈകൾ പിടിച്ചിരുന്നു. ഇതുപോലെ നമ്മൾ ഖിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഹസരത്ത് അബ്ദുല്ല ബിൻ ഖൻതബ് നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസരത്ത് അബൂബക്കറിനെയും ഹസരത്ത് ഉമറിനെയും കണ്ടപ്പോൾ ഇപ്രകാരം പറഞ്ഞു, ഇവർ രണ്ടുപേരും കാതുകളും കണ്ണുകളുമാകുന്നു, അതായത് എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. ഹസരത്ത് അബൂ സയ്യിദ് ഖുദ്രി നിവേദനം ചെയ്യുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുകയുണ്ടായി, എല്ലാ നബിമാർക്കും സ്വർഗീയവാസികൾക്കിടയിലും അതുപോലെ ഭൂനിവാസികൾക്കിടയിലും ഈ രണ്ട് മന്ത്രിമാരുണ്ട്. ആകാശവാസികളിൽ എൻ്റെ രണ്ട് മന്ത്രിമാർ ജിബ്രീലും മീക്കായിലുമാണ്. ഭൂനിവാസികളിൽ എൻ്റെ മന്ത്രിമാർ അബൂബക്കറും ഉമറുമാണ്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് സ്വർഗത്തെക്കുറിച്ചുള്ള സുവാർത്ത നൽകി. സെയ്ദ് ബിൻ മുസയ്യിബ് പറഞ്ഞു, ഹസരത്ത് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞു, അദ്ദേഹം തന്റെ വീട്ടിൽ വുളു ചെയ്ത് പുറത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തന്നെ കഴിച്ചു കൂട്ടുന്നതാണ്. ഇന്ന് മുഴുവൻ ദിവസവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആയിരിക്കും. ആ ദിവസം അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സേവനത്തിന് വേണ്ടി തന്നെ വഖഫ് ചെയ്തു. അദ്ദേഹം പറയുന്നു, ഞാൻ മസ്ജിദിൽ വന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ ജനങ്ങൾ പറഞ്ഞു, ഇപ്പോൾ ഈ ഭാഗത്തേക്ക് പുറപ്പെട്ടു പോയതേ ഉള്ളൂ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നാലെ ഞാനും പുറപ്പെട്ടു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പലരോടും അന്വേഷിച്ച് ഞാൻ മുന്നോട്ട് ഗമിച്ചു. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅറെ അരീസിലെ മസ്ജിദ് ഖുബയുടെ സമീപം ഒരു കിണറുണ്ടായിരുന്നു. അതിന്റെ അകത്തേക്ക് പ്രവേശിച്ചു. ഞാൻ വാതിലിന്റെ അടുത്ത് തന്നെ ഇരുന്നു. അതിന്റെ വാതിൽ ഈന്തപ്പനയുടെ ശാഖകൾ കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രാഥമിക കൃത്യങ്ങൾ കഴിഞ്ഞ് വുളു എടുക്കുകയുണ്ടായി. ഞാൻ എഴുന്നേറ്റ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചെന്നു. ഞാൻ കാണുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅറെ അരീസ് കിണറിൽ ഇരിക്കുന്നതാണ്. അതിന്റെ ചുറ്റുമതിലിന്റെ നടുവിലായി ഇരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ
കണങ്കാലുകളിൽ നിന്നും വസ്ത്രം നീങ്ങിയിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 കാലുകളും കിണറ്റിലേക്ക് നീട്ടിയിരിക്കുകയായിരുന്നു. അതായത് 2 കാലുകളും കിണറിന്റെ ഭാഗത്തേക്ക് താഴ്ത്തി ഇട്ടിരുന്നു. ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം ചൊല്ലി തിരിച്ചുപോയി വാതിലിന്റെ അടുത്തിരുന്നു. ഞാൻ പറഞ്ഞു, ഇന്ന് ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാവൽക്കാരനാണ്. ഇത്രയും ആയപ്പോഴേക്കും ഹസ്രത്ത് അബൂബക്കർ അങ്ങോട്ടേക്ക് വന്നു. അദ്ദേഹം വാതിൽ തള്ളി. ഞാൻ ചോദിച്ചു, ആരാണത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് അബൂബക്കറാണ്. ഞാൻ പറഞ്ഞു, അവിടെ തന്നെ നിൽക്കുക. ഞാൻ പോയി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ വന്നിട്ടുണ്ട്, അനുവാദം ചോദിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തിന് അനുമതി നൽകിയാലും സ്വർഗത്തെക്കുറിച്ച് സ്വാർത്ഥ്യം നൽകിയാലും. അങ്ങനെ ഞാൻ വന്നു. അബൂബക്കറിനോട് ഞാൻ ഇപ്രകാരം പറഞ്ഞു, അകത്തേക്ക് വന്നാലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾക്ക് സ്വർഗ സുവാർത്ത നൽകിയിരിക്കുന്നു. ഹദരത്ത് അബൂബക്കർ അകത്തേക്ക് വന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലതുഭാഗത്തായി കിണറിന്റെ വക്കിൽ തന്നെ ഇരുന്നു. അദ്ദേഹവും തന്റെ 2 കാലുകളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ കിണറിലേക്ക് തൂക്കിയിട്ടിരുന്നു. തന്റെ കണങ്കാലിൽ നിന്നും വസ്ത്രം മാറ്റിയിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ചു വന്ന് എൻ്റെ സ്ഥാനത്ത് തന്നെ ഇരുന്നു. ഞാൻ എൻ്റെ സഹോദരനെ വിട്ടുകൊണ്ടാണ് വന്നത്. അദ്ദേഹം വുളു എടുത്ത് എന്നെ വന്നു കണ്ടു. അപ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞു, ആത്മഹത്യ ചെയ്തു. അള്ളാഹു ഇന്ന വ്യക്തിയെക്കുറിച്ച് നന്മ ആഗ്രഹിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ. അദ്ദേഹം തൻ്റെ സഹോദരനെ ഉദ്ദേശിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നീട് കണ്ടത് ആരോ വാതിൽ ഇളക്കുന്നതായിരുന്നു. ഞാൻ ചോദിച്ചു, ആരാണ് അവിടെ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ഉമർ ബിൻ ഖത്താബാണ്. ഞാൻ പറഞ്ഞു, അവിടെ നിൽക്കുക. ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് ചെന്ന് സലാം ചൊല്ലിയിട്ട് ചോദിച്ചു, ഉമർ ബിൻ ഖത്താബ് അനുവാദം ചോദിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തിന് പ്രവേശനാനുമതി നൽകുക, അതുപോലെ സ്വർഗ സുവാർത്തയും നൽകുക. ഞാൻ പറഞ്ഞു, അകത്തേക്ക് വന്നാലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾക്ക് സ്വർഗ സുവാർത്ത നൽകിയിരിക്കുന്നു. അദ്ദേഹം ഉടൻ അകത്തേക്ക് വരികയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടതുഭാഗത്തായി കിണറ്റിന് മതിലിൽ ഇരിക്കുകയും ചെയ്തു. അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ തന്റെ കാലുകൾ കിണറ്റിലേക്ക് തൂക്കിയിട്ടു. ഞാൻ തിരിച്ചു വന്ന് എന്റെ സ്ഥലത്ത് ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹു ഇന്ന ആൾക്ക് നന്മ ആഗ്രഹിക്കുന്നെങ്കിൽ അയാളെയും ഇവിടേക്ക് എത്തിക്കുന്നതാണ്. വീണ്ടും ഞാൻ എന്റെ സഹോദരനെ കുറിച്ച് തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്നു. ഇത്രയും ആയപ്പോഴേക്കും ഒരാൾ വന്ന് വാതിൽ ഇളക്കാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, ആരാണത്? അപ്പോൾ ആഗതൻ പറഞ്ഞു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ. ഞാൻ പറഞ്ഞു, അവിടെ നിൽക്കുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഞാൻ അദ്ദേഹത്തെക്കുറിച്ചും ചെന്ന് അറിയിക്കുകയുണ്ടായി. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തിനും പ്രവേശനാനുമതി നൽകുകയും സ്വർഗ സുവാർത്ത നൽകുകയും ചെയ്യുക. അതോടൊപ്പം ഇതും പറയുകയുണ്ടായി, അദ്ദേഹത്തിന് സ്വർഗ സുവാർത്ത നൽകുക ഒരു വലിയ പ്രയാസം അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വരുന്നതുമാണ്. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി പറഞ്ഞു, താങ്കൾ അകത്തേക്ക് വന്നാലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾക്ക് സ്വർഗ സുവാർത്ത നൽകിയിരിക്കുന്നു, എങ്കിലും ഒരു വലിയ പ്രയാസം താങ്കൾ നേരിടുന്നതാണെന്നും പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം അകത്തേക്ക് പ്രവേശിച്ചു. അപ്പോൾ കിണറ്റിന്റെ വക്കിലുള്ള ഭാഗം മുഴുവൻ നിറഞ്ഞതായി കണ്ടു. അപ്പോൾ അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുന്നിൽ മറുഭാഗത്തായി ഇരിക്കുകയുണ്ടായി. ഹസ്രത്ത് അനസ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് മലയിൽ കയറിയപ്പോൾ തിരുനബിയോടൊപ്പം ഹസ്രത്ത് അബൂബക്കർ, ഹസ്രത്ത് ഉമർ, ഹസ്രത്ത് ഉസ്മാൻ എന്നിവർ ഉണ്ടായിരുന്നു. ആ മല പെട്ടെന്ന് ഇളകാൻ തുടങ്ങി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലയോ ഉഹദ്, ഇളകാതിരിക്കുക. ഞാൻ കരുതുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുമേൽ തന്റെ കാല് അമർത്തി ചവിട്ടി കൂടി ചെയ്യുകയുണ്ടായി എന്നാണ്. നിനക്ക് മേൽ ഒരു നബിയും ഒരു സിദ്ദീഖും 2 ശുഹദാക്കളുമാണുള്ളത് എന്ന് പറയുകയുണ്ടായി. ഹദരത്ത് സയ്യിദ് ബിൻ സെയ്ദ് നിവേദനം ചെയ്യുന്നു, ഞാൻ 9 ആളുകളെ സംബന്ധിച്ച് അവർ സ്വർഗീയരാണെന്ന് സാക്ഷ്യം വഹിക്കുന്നു. 10ാമത്തെ വ്യക്തിയെക്കുറിച്ച് അയാൾ പാപിയല്ലെന്നും ഞാൻ പറയുന്നതാണ്. അതായത് 10ാമത്തെ ആളെ കുറിച്ചും അത് തന്നെയാണ് പറയുന്നതെങ്കിലും എനിക്ക് മേൽ പാപമുണ്ടാകില്ല, അയാളും സ്വർഗീയ വാസി തന്നെയായിരിക്കും. അവർ പറഞ്ഞു, അതെങ്ങനെ? അദ്ദേഹം പറഞ്ഞു, ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹിറാ മലയ്ക്ക് മുകളിൽ ആയിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് ഇളകാൻ തുടങ്ങി. നേരത്തെ പറഞ്ഞ നിവേദനം ബുഖാരിയിലുള്ളതാണ്. ഇത് തിർമിദിയിൽ നിന്നുള്ള നിവേദനമാണ് ഇപ്പോൾ വിവരിക്കുന്നത്. ഇതിൽ ഹിറയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലയോ ഹിറ, ഇളകാതിരിക്കുക. തീർച്ചയായും നിനക്ക് മേൽ ഒരു നബിയും സിദ്ദീഖും 2 ഷഹീദുമാരുമാണുള്ളത്. ആരോ ചോദിച്ചു, ആ 10 സ്വർഗവാസികൾ ആരൊക്കെയാണ്? ഹദരത്ത് സെയ്ദ് ബിൻ സയ്യിദ് പറഞ്ഞു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, തൽഹ, സുബൈർ, സാദ്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. അതുപോലെ അപ്പോൾ 10ാമൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സയ്യിദ് ബിൻ സെയ്ദ് പറഞ്ഞു, അത് ഞാൻ തന്നെയാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കുകയാണ്.
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നിവേദനത്തിൽ ഉന്നത സ്ഥാനീയരായ 10 സ്വഹാബാക്കളെ കുറിച്ച് അവരുടെ ജീവിത കാലയളവിൽ തന്നെ സ്വർഗത്തെക്കുറിച്ചുള്ള സുവാർത്ത നൽകുന്നു. ഇവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപസ്ഥരും അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ നൽകുന്നവരുമായിരുന്നു. ഇവരെ കുറിച്ച് ചരിത്രത്തിൽ അഷ്റ മുബശ്ശിറ എന്ന സാങ്കേതിക പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് സ്വർഗത്തെക്കുറിച്ച് സുവാർത്ത നൽകപ്പെട്ട 10 പേർ. എന്നാൽ ഒരു കാര്യം ഓർക്കേണ്ടത്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം 10 പേർക്ക് മാത്രമല്ല സ്വർഗത്തെക്കുറിച്ച് സുവാർത്ത നൽകിയത്. ഇവരെ കൂടാതെ നിരവധി സ്വഹാബാക്കൾക്കും സഹാബിയാത്തുകൾക്കും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തെക്കുറിച്ച് സുവാർത്ത നൽകിയിട്ടുണ്ട്. ഈ 10 പേരെ കൂടാതെ ഏറെക്കുറെ 50ഓളം സ്വഹാബാക്കളുടെയും സഹാബിയാത്തിനെയും പേരുകൾ കൂടി ഈ ഗണത്തിൽ സ്മരിക്കപ്പെടുന്നുണ്ട്. അതിനു പുറമെ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത 313 പേരെ കുറിച്ചും ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തവരെ കുറിച്ചും സുലഹ് ഹുദൈബിയയിലെ ബൈത്തുർ റിദ്വാനിൽ ഉണ്ടായിരുന്നവരെ കുറിച്ചും സ്വർഗത്തെക്കുറിച്ച് സുവാർത്ത നൽകിയിട്ടുണ്ട്. ഹജരത്ത് അബൂ ഹുറൈറ വിവരിക്കുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇന്ന് നിങ്ങളിൽ ആരാണ് നോമ്പ് അനുഷ്ഠിച്ചിട്ടുള്ളത്? ഹജരത്ത് അബൂബക്കർ പറഞ്ഞു, ഞാൻ. അപ്പൊ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങളിൽ ആരാണ് ഇന്ന് ജനാസയോടൊപ്പം പോയത്? അപ്പോൾ ഹജരത്ത് അബൂബക്കർ പറഞ്ഞു, ഞാനാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങളിൽ ആരാണ് ഇന്ന് ഏതെങ്കിലും ഒരു അഗതിക്ക് ഭക്ഷണം നൽകിയത്? ഹജരത്ത് അബൂബക്കർ പറഞ്ഞു, ഞാൻ. പിന്നീട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇന്ന് ആരെയാണ് ഏതെങ്കിലും രോഗിയെ സന്ദർശിച്ചത്? ഹജരത്ത് അബൂബക്കർ പറഞ്ഞു, ഞാൻ. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏത് വ്യക്തിയിലാണോ ഈ കാര്യങ്ങളെല്ലാം ഒരുമിക്കുന്നത് ആ വ്യക്തി സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ഇത് സഹീ മുസ്ലിമിലുള്ള ഒരു നിവേദനമാണ്. ഹജരത്ത് അബൂ ഹുറൈറ നിവേദനം ചെയ്യുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ജിബ്രീൽ എൻ്റെ അടുക്കൽ വന്നു, എന്നിട്ട് എൻ്റെ കൈ പിടിച്ചു, എൻ്റെ ഉമ്മത്ത് പ്രവേശിക്കുന്ന സ്വർഗീയ കവാടം എനിക്ക് കാണിച്ചു തരികയുണ്ടായി. ഹജരത്ത് അബൂബക്കർ ചോദിച്ചു, അത് കാണാൻ ഞാനും താങ്കളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായേനെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലയോ അബൂബക്കർ, എൻ്റെ ഉമ്മത്തിൽ ഏറ്റവും ആദ്യം നിങ്ങളായിരിക്കും സ്വർഗത്തിൽ പ്രവേശിക്കുക. ഇതിനെ കുറെ കൂടി വിശദീകരിച്ചുകൊണ്ട് ഹജരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സദസ്സിൽ ഇരിക്കുകയായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റുപാടും സഹാബാക്കളും ഇരിക്കുന്നുണ്ടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിധിച്ച അനുഗ്രഹങ്ങളെ എണ്ണി എണ്ണി പറയുകയുണ്ടായി. ഹജരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു അക്കാര്യങ്ങൾ കേട്ടപ്പോൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാനും അങ്ങയോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് ദുആ ചെയ്താലും. ചില നിവേദനങ്ങളിൽ മറ്റൊരു സഹാബിയുടെ പേരും ഇപ്രകാരം വന്നിട്ടുണ്ട്. ചില നിവേദനങ്ങളിൽ ഹജരത്ത് അബൂബക്കറിന്റെ പേര് മാത്രമാണുള്ളത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് തന്നെയാണ്. അങ്ങനെയാകാൻ ഞാൻ അള്ളാഹുവിനോട് ദുആയും ചെയ്യുന്നുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായും മറ്റ് സ്വഹാബാക്കളുടെ ഹൃദയത്തിലും തങ്ങൾക്ക് വേണ്ടിയും അങ്ങനെ ഒരു ചിന്ത അങ്കുരിച്ചു. ഞങ്ങളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അപ്രകാരം ദുആ ചെയ്യണമെന്ന് പറയണം എന്ന് ആഗ്രഹിച്ചു. സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കഴിയാൻ തങ്ങൾക്ക് എങ്ങനെ കഴിയും എന്നായിരുന്നു ആദ്യം അവർ ചിന്തിച്ചത്. എന്നാൽ ഹജരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചില നിവേദനങ്ങൾ അനുസരിച്ച് മറ്റൊരു സഹാബിയും അക്കാര്യത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുആക്ക് വേണ്ടി അപേക്ഷിച്ചിരുന്നു. ഇത് കണ്ടപ്പോൾ അവർക്കും അതൊരു മാതൃകയായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി ദുആയും ചെയ്യുകയുണ്ടായി. അത്ര കൂടി ആയപ്പോൾ അവർക്ക് മനസ്സിലായി അക്കാര്യം അസാധ്യമല്ല, അങ്ങനെ ചോദിക്കാവുന്നതാണ് എന്ന് തോന്നി. അങ്ങനെ മറ്റൊരു സഹാബി അവിടെ എഴുന്നേറ്റ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹു സ്വർഗത്തിൽ എന്നെയും അങ്ങയോടൊപ്പം ഉണ്ടാക്കണമേ, സഹവസിപ്പിക്കണമേ എന്ന് ദുആ ചെയ്താലും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു താങ്കൾക്ക് നന്മ വരുത്തട്ടെ. ഇക്കാര്യത്തിൽ ആദ്യം ദുആ ചെയ്യാൻ പറഞ്ഞ വ്യക്തിക്ക് ദുആ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഹജരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതൊരു വ്യക്തിയാണോ ഇന്ന ആരാധനകളിൽ കൂടുതലായി മുന്നിട്ട് നിൽക്കുന്നത് ആ വ്യക്തി ഇന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. അതുപോലെ ഇന്ന ഇബാദത്ത് കൂടുതലായി അനുഷ്ഠിച്ച വ്യക്തി ഇന്ന വാതിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും. ഇങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവിധ ഇബാദത്തുകളുടെ പേരെടുത്തുകൊണ്ട് പറഞ്ഞു, സ്വർഗത്തിലെ 7 കവാടങ്ങളിലൂടെ വ്യത്യസ്ത സൽക്കർമ്മങ്ങൾ ധാരാളമായി ചെയ്ത ആളുകൾ പ്രവേശിക്കുന്നതാണ്. ഹജരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ സദസ്സിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ്, വിവിധ കവാടങ്ങളിലൂടെ പ്രവേശിക്കുന്നവർ വിവിധ ഇബാദത്തുകളിൽ ആധിക്യമുള്ളവരായിരിക്കും. എന്നാൽ ആരെങ്കിലും ഈ എല്ലാ ഇബാദത്തുകളിലും ആധിക്യമുള്ളവരാണെങ്കിൽ ആ വ്യക്തിയോട് എങ്ങനെയാണ് അള്ളാഹുവിന്റെ പെരുമാറ്റം ഉണ്ടാകുക? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ വ്യക്തി സ്വർഗത്തിലെ 7 കവാടങ്ങളിലൂടെയും പ്രവേശിക്കപ്പെടുന്നതാണ്. എന്നിട്ട് പറഞ്ഞു, അല്ലയോ അബൂബക്കർ, താങ്കളും
അത്തരത്തിലുള്ള വ്യക്തിയായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ അനുസ്മരണം വീണ്ടും തുടരുന്നതാണ്. ഇപ്പോൾ ഞാൻ ചില മർഹൂമിങ്ങളെ കുറിച്ച് അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നീട് അവരുടെ ജനാസയും നമസ്കരിപ്പിക്കുന്നതാണ്. ആദ്യത്തെ അനുസ്മരണം ഇന്തോനേഷ്യൻ അമീർ ജനാബ് അബ്ദുൽ ബാസി സാബിനെ കുറിച്ചാണ്. ഒക്ടോബർ 8 71 വയസ്സിൽ അദ്ദേഹം വഫാത്താകുകയുണ്ടായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇദ്ദേഹം മൗലവി അബ്ദുൽ വാഹിദ് സുമാട്രി സാഹിബിന്റെ മകനാണ്. FA വരെ പഠിച്ചതിന് ശേഷം 21 വയസ്സിൽ 1972 സെപ്റ്റംബർ 20 ജാമിയ അഹമ്മദിയ റബുവയിലാണ് അദ്ദേഹം പഠനാർത്ഥം ചേർന്നത്. 1981 ആരംഭത്തിൽ തന്നെ ജാമിയ അഹമ്മദിയ റബുവയിൽ നിന്നും ഷാഹിദ് പരീക്ഷ പാസ്സായി. 1981 മൊബലിഗായി തന്റെ സ്വദേശമായ ഇന്തോനേഷ്യയിലേക്ക് തിരിച്ചു വന്നു. 1987 ഇന്തോനേഷ്യൻ മജ്ലിസെ ആമിലയുടെ പ്രവർത്തക സമിതിയുടെ അഭിപ്രായ പ്രകാരം തായ്ലൻഡിൽ തബ്ലീഗിന് വേണ്ടി ഒരു ഇന്തോനേഷ്യൻ മൊബലിഗിനെ കോലാലംപൂരിലേക്ക് മലേഷ്യൻ പൗരത്വം വാങ്ങി അയക്കാം എന്ന് തീരുമാനമുണ്ടായി. അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശവും ഉണ്ടായി. ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മുല്ല അതിന് അനുമതി നൽകി അദ്ദേഹത്തെ തായ്ലൻഡിലേക്ക് അയക്കുകയുണ്ടായി. പിന്നീട് അദ്ദേഹത്തെ ഇന്തോനേഷ്യയിൽ തന്നെ നിയമിക്കുകയുണ്ടായി. തുടർന്ന് മരണം വരെയും ഇന്തോനേഷ്യയിൽ തന്നെയായിരുന്നു സേവനം അനുഷ്ഠിച്ചിരുന്നത്. ഒരു നീണ്ടകാലം അമീർ എന്ന നിലയ്ക്ക് സേവനം അനുഷ്ഠിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സേവന കാലഘട്ടം 40 വർഷമാണ്. സന്തപ്ത കുടുംബത്തിൽ ഭാര്യയെ കൂടാതെ 3 ആൺമക്കളും 2 പെൺമക്കളുമുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ മുസ്ലി വർദി സാഹിബ് പറയുന്നു, മർഹൂം ജമാത്തിനെ കുറിച്ച് എപ്പോഴും സഹാനുഭൂതി വെച്ച് പുലർത്തുന്ന വ്യക്തിയായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും മേൽ ജമാത്തിനെ എപ്പോഴും മുന്തിച്ചിരുന്നു. ഒരു ഭാര്യ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ജമാത്തിനോടുണ്ടായിരുന്ന അടുപ്പത്തെയും സ്നേഹത്തെയും കുറിച്ച് എനിക്ക് വ്യക്തമായി പറയാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ഒരു സഹോദരപുത്രൻ താഹിർ സാഹിബ് പറയുന്നു, മർഹൂം കേന്ദ്രത്തിൽ നിന്ന് വരുന്ന എല്ലാ നിർദ്ദേശങ്ങളെയും പൂർണ്ണമായും അനുസരിച്ചിരുന്നു. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, കുടുംബത്തെ കാണാൻ വേണ്ടി മലേഷ്യയിലേക്ക് പോകാൻ പദ്ധതിയിട്ടിരുന്നു. അതിനുവേണ്ടി വിമാന ടിക്കറ്റും എടുത്തിരുന്നു. എന്നാൽ ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, താങ്കൾ എന്തുകൊണ്ട് മലേഷ്യയിലേക്ക് പോയില്ല? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കേന്ദ്രത്തിൽ നിന്നും ഒരു കത്ത് വന്നിരുന്നു, അതിൽ പോകാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ മലേഷ്യയിൽ പോകാനുള്ള ആഗ്രഹം കൈവെടിഞ്ഞു. ടിക്കറ്റിന്റെ കാര്യവും ഞാൻ ഒട്ടും ഗൗനിച്ചില്ല. അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിരുന്ന ഒരു ഭാരവാഹി പറയുന്നു, വളരെ സ്നേഹത്തോടെ വളരെ അടുപ്പത്തോടെ ഞങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരുമായിരുന്നു. അമീർ ജമാഅത്ത് ആയിരുന്നിട്ട് കൂടി ജമാഅത്തിനോട് ഒരു ആനുകൂല്യങ്ങളും ആവശ്യപ്പെടാറായിരുന്നില്ല. ജമാഅത്തിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത് സസന്തോഷം സ്വീകരിക്കുമായിരുന്നു. ലാളിത്യത്തിന് പ്രാധാന്യം നൽകിയിരുന്നു. ഓഫീസ് സമയങ്ങളിൽ അദ്ദേഹം സ്വയം ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കുകയും കത്തുകൾ വായിച്ച് നോട്ട് എഴുതിപ്പിക്കുമായിരുന്നു. മുബലിഗുകളെ വളരെയധികം ബഹുമാനിച്ചിരുന്നു. വളരെ ആഴത്തിലും പരപ്പിലും അറിവുള്ള വ്യക്തിയായിരുന്നു. എന്ത് തീരുമാനം എടുക്കുകയാണെങ്കിലും പ്രവർത്തക സമിതി അംഗങ്ങളോട് കൂടിയാലോചന നടത്തുമായിരുന്നു. വളരെ മാന്യനായ അതുപോലെ വിനയാന്വിതനായ വ്യക്തിയായിരുന്നു. വളരെ സൗഹൃദ മനോഭാവമുള്ള വ്യക്തിയും എല്ലാ മുതിർന്നവരോടും ചെറിയവരോടും സൽസ്വഭാവത്തോടെ പെരുമാറുന്ന വ്യക്തിയും ആയിരുന്നു. ഖിലാഫത്തിനോട് അങ്ങേയറ്റത്തെ സ്നേഹമായിരുന്നു. കാലത്തിന്റെ ഖലീഫയുടെ കൽപ്പന തങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളെയും മാറ്റിവെച്ച് ഉടൻ തന്നെ പ്രാവർത്തികമാക്കേണ്ടതാണെന്ന് ഞങ്ങളെ എപ്പോഴും ഉപദേശിക്കുമായിരുന്നു. ജമാഅത്ത് വ്യവസ്ഥിതിക്ക് എപ്പോഴും പ്രാധാന്യം നൽകിയിരുന്നു. ജമാഅത്തിന്റെ സമ്പത്തിനെയും മുതലിനെയും വളരെ സൂക്ഷ്മമായ നിലയിൽ പൂർണ്ണമായും സംരക്ഷിക്കുമായിരുന്നു. ജമാഅത്തിനെതിരെ എന്തു പ്രവർത്തിച്ചാലും അതിനെ കർശനമായി എതിർക്കുമായിരുന്നു. മിക്കവാറും മറ്റ് എല്ലാവരെക്കാളും മുന്നേ ഓഫീസിലെത്തുമായിരുന്നു. ഏതെങ്കിലും കാരണത്താൽ ഓഫീസിൽ വരാൻ കഴിയുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ വൈകി വരികയാണെങ്കിൽ മുൻകൂട്ടി തന്നെ സ്റ്റാഫുകളെ വിവരം അറിയിക്കുമായിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹം ഓഫീസിൽ നിന്നും എന്തെങ്കിലും കാര്യത്തിനായി പുറത്തു പോവുകയാണെങ്കിൽ കുറച്ച് സമയത്തേക്കാണെങ്കിലും ഓഫീസിലെ മറ്റ് സ്റ്റാഫുകളെ അത് അറിയിക്കുമായിരുന്നു. റിപ്പോർട്ടുകളെയും കത്തുകളെയും പരിശോധിക്കുമ്പോൾ അദ്ദേഹം വളരെ സൂക്ഷ്മതയോടെ പരിശോധിക്കുമായിരുന്നു. പൂർണ്ണമായും എല്ലാ കാര്യങ്ങളെയും പരിശോധിക്കുമായിരുന്നു. ഏതെങ്കിലും കാര്യത്തിൽ പെട്ടെന്നുള്ള നടപടി ആവശ്യമാണെങ്കിൽ രാത്രി വൈകും വരെ ജോലിയിൽ വ്യാപൃതനാകുമായിരുന്നു. അഹമ്മദികളെ സന്ദർശിക്കാൻ പോകുമ്പോൾ എപ്പോഴും
അവർ പറയുന്നു, അഹമ്മദികൾ പറയുന്നു, ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി എപ്പോഴും സമ്മാനങ്ങൾ കൊണ്ടുവരുമായിരുന്നു. എപ്പോഴും സ്നേഹവായ്പോടെയും വാത്സല്യത്തോടെയും പെരുമാറിയിരുന്നു. മറ്റുള്ളവരെ എപ്പോഴും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു മാർഗദർശകനായിരുന്നു. അമീർ സാഹിബ് ഞങ്ങളുടെയും ഇന്തോനേഷ്യയിലെ അഹമ്മദികളുടെയും ആത്മീയ പിതാവിന്റെ സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണ്. ജമാത്തിന്റെ വ്യവസ്ഥിതികളെയും കീഴ്വഴക്കങ്ങളെയും എപ്പോഴും മുന്തിക്കുമായിരുന്നു. ഒരു അമീറിൽ ഈ ഗുണങ്ങൾ തന്നെയാണ് ഉണ്ടാകേണ്ടത്. കുപിതനാകുമ്പോൾ മറ്റുള്ളവരുടെ വികാരങ്ങളെയും മാനിക്കുമായിരുന്നു. ദേഷ്യം വന്നാൽ വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുന്ന സ്വഭാവമായിരുന്നില്ല. അദ്ദേഹം ശിക്ഷാ നടപടി കൈക്കൊള്ളുമ്പോഴും സംസ്കരണത്തെയായിരുന്നു മുൻനിർത്തിയിരുന്നത്. അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഒരിക്കലും ശത്രുതയോ വെറുപ്പോ പ്രകടിപ്പിക്കുകയായിരുന്നില്ല, മറിച്ച് സംസ്കരണമായിരുന്നു. തുടർന്ന് പറയുന്നു, ധാരാളം അഹമ്മദികൾ ജമാഅത്തിന്റെ സ്വത്ത് വ്യവഹാരത്തിൽ അദ്ദേഹത്തോട് ഉപദേശങ്ങൾ തേടുമായിരുന്നു. അദ്ദേഹം അസാധാരണ കഠിനാധ്വാനത്തിലൂടെയും സ്നേഹവായ്പോടും ഇന്തോനേഷ്യയിലെ അഹമ്മദികളെ പരിചരിച്ചു. ഒരു വർഷത്തോളം, കഴിഞ്ഞ കുറെ വർഷമായി. അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു വർഷം അസുഖബാധിതനായിരുന്നിട്ടും അദ്ദേഹം പതിവ് പോലെ പല മീറ്റിങ്ങുകളിലും പര്യടനങ്ങളിലും പങ്കെടുക്കുകയും ജമാഅത്തിന്റെ സേവനങ്ങളിൽ മുഴുകുകയും ചെയ്തിരുന്നു. അതിൽ ഒരിക്കലും ഒരു വീഴ്ചയും വരുത്തിയിരുന്നില്ല. ഇവിടെ ലണ്ടനിൽ തന്നെ താമസിക്കുന്ന ഇന്തോനേഷ്യൻ ഡെസ്കിലെ മെഹ്മൂദ് വർദി സാഹിബ് ഇപ്രകാരം പറയുന്നു, ഇദ്ദേഹത്തിന്റെ ചില സ്വഭാവങ്ങൾ വളരെ ഉദാത്തമാണ്. അതിൽ ഏറ്റവും ഉദാത്തമായത് ഇദ്ദേഹത്തിന്റെ അറിവിലുള്ള പ്രാവീണ്യമാണ്. അറിവിനോട് സൗഹൃദം സ്ഥാപിച്ച വ്യക്തിയായിരുന്നു. ഓരോ നിമിഷവും അറിവ് സമ്പാദനത്തിൽ തൽപരനായിരുന്നു. വ്യത്യസ്തമായ പല വിഷയങ്ങളിലും അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്നു. ഏത് വിഷയമാണെങ്കിലും അതിൽ നിപുണതയോടെ സംസാരിക്കാൻ കഴിയുമായിരുന്നു. ജമാഅത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള അറിവിന് പുറമെ പൊതുവിജ്ഞാനത്തിലും അദ്ദേഹം നിപുണനായിരുന്നു. കൃത്യമായി പത്രം വായിക്കുമായിരുന്നു. ഇന്തോനേഷ്യൻ ഭാഷയിലായാലും ഇംഗ്ലീഷിലായാലും ദേശീയവും അന്തർദേശീയവുമായ എല്ലാ വാർത്തകളും വായിക്കുമായിരുന്നു. പ്രഭാഷണം ചെയ്യുമ്പോൾ ദീർഘമായ പ്രഭാഷണങ്ങൾ നടത്തുമായിരുന്നില്ല. എപ്പോഴും സമഗ്രമായി വളരെ ചുരുങ്ങിയ നിലയിൽ പ്രസംഗിക്കുമായിരുന്നു. എപ്പോഴും സാധാരണ വാക്കുകളിൽ താൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു. എല്ലാ തരത്തിലുള്ള ആളുകൾക്കും അദ്ദേഹത്തിന്റെ പ്രഭാഷണം മനസ്സിലാകുമായിരുന്നു. തുടർന്ന് പറയുന്നു, വളരെ ലളിതമായി എന്നാൽ മാന്യതയോടെ വസ്ത്രം ധരിച്ചിരുന്നു. ഒരു തരത്തിലുള്ള ഔപചാരികതയും കൃത്രിമത്വവും അദ്ദേഹത്തിൽ നിന്നും വെളിപ്പെട്ടിരുന്നില്ല. ഏത് തരത്തിലുള്ള വ്യക്തികൾക്കും അദ്ദേഹത്തിനോട് അടുത്തിരുന്ന് ഔപചാരികതയൊന്നും കൂടാതെ സംസാരിക്കാനാകുമായിരുന്നു. എന്നാൽ എപ്പോഴും അദ്ദേഹത്തിന്റെ സ്ഥാനമാനങ്ങളെ ആദരിച്ച് അദ്ദേഹത്തെ ബഹുമാനിച്ച് തന്നെ സംസാരിക്കാറുണ്ടായിരുന്നുള്ളൂ. ജാമിയ അഹമ്മദിയയിലെ ഉസ്താദും അവിടെ മൊറബി സിൽസിലയുമായ ഫസൽ ഉമർ ഫാറൂഖ് സാഹിബ് പറയുന്നു, ഞാൻ ടിഫിൽ ആയിരുന്ന സമയത്ത് അമീർ സാഹിബിനോട് വളരെ അടുത്ത് ഇടപഴകിയിട്ടുണ്ട്. ഇന്തോനേഷ്യയിലെ ജമാഅത്ത് വളരെ വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സമയമായിരുന്നു അത്. അദ്ദേഹം വളരെ ശ്രമകരമായും ക്ഷമയോടും സഹനത്തോടെയും എല്ലാ അഹമ്മദി സഹോദരങ്ങൾക്കും ധൈര്യം പകർന്നുകൊണ്ട് പ്രവർത്തനം കാഴ്ചവെച്ചിരുന്നു. അവരെ ക്ഷമയോടെ ദുആ ചെയ്യാൻ ഉപദേശിച്ചുകൊണ്ടിരുന്നു. ദുആ ചെയ്യുമ്പോഴെല്ലാം വളരെ ആർദ്രഭാവത്തോടെയും വിനയത്തോടെയും ദുആ ചെയ്യുമായിരുന്നു. എപ്പോഴും സമയത്തിന് നമസ്കരിക്കാൻ പള്ളിയിൽ എത്തുമായിരുന്നു. വഖഫിനെ ജിന്ദഗികളെ കരുതലോടെ പരിഗണിക്കുമായിരുന്നു. ഏതെങ്കിലും മുറബി കർമ്മരംഗത്തേക്ക് പോകുമ്പോൾ അദ്ദേഹം തന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഉപഹാരം തീർച്ചയായും നൽകുമായിരുന്നു. സൈഫുല്ല മുബാരക് സാഹിബ് പറയുന്നു, ഇദ്ദേഹം ജാമിയ അഹമ്മദിയയിലെ ഉസ്താദാണ്. പറയുന്നു, മൗലാന അബ്ദുൽ ബാസിദ് സാഹിബ് ജീവിതം വഖഫ് ചെയ്തവർക്ക് ഒരു ഉന്നത മാതൃകയാണ്. ജമാഅത്തിന്റെ എല്ലാ പ്രോഗ്രാമുകളിലും എപ്പോഴും പങ്കെടുക്കുന്ന വ്യക്തിയായിരുന്നു. എല്ലാവരോടും സൗമ്യമായും ആദരവോടും സംസാരിച്ചിരുന്നു, പെരുമാറിയിരുന്നു. അദ്ദേഹം പങ്കെടുത്തിരുന്ന സദസ്സുകളും സഭകളും ഒക്കെയും അദ്ദേഹത്തിന്റെ വരവോടെ ഒരു പ്രത്യേകം ചൈതന്യവും പ്രകാശവും നേടുമായിരുന്നു. എപ്പോഴും പുഞ്ചിരി തൂകുമായിരുന്നു. പറയുന്നു, ഞങ്ങൾ ജാമിയ അഹമ്മദിയിൽ വിദ്യാർത്ഥികളായിരിക്കുന്ന സമയത്ത്, ഇന്തോനേഷ്യയിൽ പഠിക്കുന്ന സമയത്ത് മഗ്‌രിബിന് ശേഷം ഞങ്ങളുടെ കൂടെ ഇരിക്കുകയും വിശേഷങ്ങൾ അന്വേഷിക്കുകയും കുശലാന്വേഷണങ്ങൾ നടത്തുകയും ചെയ്യുമായിരുന്നു. ഒരു നൂറുദ്ദീൻ സാഹിബ് മൊറബി സിൽസിലയുണ്ട്. അദ്ദേഹം പറയുന്നു, ഇത് തന്നെയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. തന്റെ മാതൃക സ്ഥാപിച്ച ഒരു അമീർ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹം തുടർന്ന് പറയുന്നു, 2018 ഞങ്ങളുടെ പള്ളിക്ക് തറക്കല്ലിടുകയുണ്ടായി. ആ സമയത്ത് ഞങ്ങളുടെ പക്കൽ 6 കോടി രൂപയാണ് ഉണ്ടായിരുന്നത്. ഇന്തോനേഷ്യയിലെ രൂപയുടെ മൂല്യം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവർ കോടികളിലും കോടികളിലും ദശകോടികളിലും ഒക്കെയാണ് സംസാരിക്കുക. പറയുന്നു, 6 കോടി ഉണ്ടായിരുന്നുള്ളൂ. പള്ളി നിർമ്മിക്കുന്നതിനായി 150 ബില്യൺ കോടിയുടെ ആവശ്യമുണ്ടായിരുന്നു. അമീർ സാഹിബ് ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, പള്ളി നിർമ്മിക്കുന്നതിനായി എത്ര രൂപയാണോ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ പള്ളിയുടെ നിർമ്മാണം ആദ്യം തുടങ്ങുക. അതിനുശേഷം അള്ളാഹുവിന്റെ സഹായത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. 1.5 ബില്യൺ ആണ് ബജറ്റ് എങ്കിലും
നിങ്ങളുടെ പക്കൽ ഇപ്പോൾ 6 കോടി ഉണ്ടല്ലോ, ഇത് 10-1 പോലും ഉണ്ടായിരുന്നില്ല, 3-4% മാത്രമായിരുന്നു. അദ്ദേഹം അങ്ങനെ ധൈര്യം പകരുകയും ഉപദേശിക്കുകയും ചെയ്തതിനു ശേഷം അദ്ദേഹം തന്റെ പോക്കറ്റിൽ നിന്നും പേഴ്സ് എടുത്ത് കുറച്ച് പണം പള്ളിക്കായി നൽകി. അപ്പോൾ തന്നെ ജമാഅത്ത് സഹോദരങ്ങൾ മത്സരബുദ്ധിയോടെ തങ്ങളുടെ വിഹിതങ്ങൾ നൽകാൻ തുടങ്ങി. അങ്ങനെ 2 വർഷം കൊണ്ട് 80% പണിയും പൂർത്തിയായി. പിന്നെ പകർച്ചവ്യാധിയുടെ കാലഘട്ടം വന്നു. ജനങ്ങളുടെ വരുമാനം കുറയുകയും പള്ളിയുടെ പണി നിലച്ചു പോവുകയും ചെയ്തു. തുടർന്ന് പറയുന്നു, ഞങ്ങൾ വീണ്ടും അദ്ദേഹത്തിന്റെ അടുത്ത് പോയി, ഞങ്ങൾ മസ്ജിദിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ ഇനിയും 15 കോടി രൂപയുടെ ആവശ്യമുണ്ട്, 150 മില്യന്റെ ആവശ്യമുണ്ട്. കേന്ദ്രം ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അമീർ സാഹിബ് പറഞ്ഞു, കേന്ദ്രം സഹായിക്കില്ല, മറ്റുള്ളവരോട് ഒന്നും ആവശ്യപ്പെടാതെ തന്നെ ഈ തുക നിങ്ങൾക്ക് സ്വരൂപിക്കാൻ കഴിയും. അദ്ദേഹം ചോദിച്ചു, എത്ര അഹമ്മദികൾ അവിടെയുണ്ട്? ഞാൻ പറഞ്ഞു, 160 അഹമ്മദികളുണ്ട്. ഇത് കേട്ടപ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറയുകയുണ്ടായി, ഓരോ വ്യക്തിയോടും 10 മില്യൺ നൽകാൻ ആവശ്യപ്പെട്ടാൽ ഈ തുക സ്വരൂപിക്കാം. ഇത് ഏകദേശം 100-125 പൗണ്ടിന് സമമാണ്. പറയുന്നു, ആരംഭത്തിൽ ഇത്ര എളുപ്പത്തിൽ ഈ ജോലി നടക്കുമെന്ന് ഞങ്ങൾ കരുതിയിരുന്നില്ല. എന്നാൽ ഈ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ജമാഅത്തിലെ സഹോദരങ്ങളുടെ ഹൃദയങ്ങളിൽ അദ്ദേഹം ഒരു സ്നേഹവും ആവേശവും നിറക്കുകയും തങ്ങളുടെ ഏറ്റവും മികച്ച സമ്പാദ്യം പള്ളിക്ക് വേണ്ടി സമർപ്പിക്കാൻ അവർക്ക് തോന്നുകയും ഉണ്ടായി. ഇതുകൂടാതെ അദ്ദേഹം തന്റെ ഭാഗത്തു നിന്ന് പള്ളിക്ക് വേണ്ടി അത്യാവശ്യം പണം നൽകുകയുണ്ടായി. അങ്ങനെ 3 വർഷത്തിനുള്ളിൽ ഫെബ്രുവരിയിൽ പള്ളിയുടെ നിർമ്മാണം പൂർത്തിയാക്കുകയുണ്ടായി. അദ്ദേഹത്തിന് ജമാഅത്തിനകത്തുള്ളവരോട് മാത്രമല്ല പുറത്തുള്ളവരോടും നല്ല ബന്ധമായിരുന്നു. മതകാര്യങ്ങളുടെ മുൻ മന്ത്രി ഹക്കീം സൈഫുദ്ദീൻ സാഹിബ് പറയുന്നു, ഇദ്ദേഹം ഈ പറയുന്ന വ്യക്തി അഹമ്മദി അല്ല, പറയുന്നു, ഞാൻ മർഹൂമിനെ ദേശീയ തലത്തിലുള്ള ഒരു വ്യക്തിത്വമായി കണക്കാക്കുന്നു. അദ്ദേഹം എപ്പോഴും മനുഷ്യകുലത്തിനും മാനവികതയ്ക്കും മുൻഗണന നൽകിയിരുന്നു. അദ്ദേഹം പോകുന്നിടത്തെല്ലാം നമ്മൾ പരസ്പരം സഹിഷ്ണുതയോടെയും പരസ്പര വികാരങ്ങൾ മാനിച്ചുകൊണ്ടും എങ്ങനെയാണ് മനുഷ്യത്വത്തെ ബഹുമാനിക്കേണ്ടതെന്ന് ഇതിന് ഊന്നൽ നൽകിയിരുന്നു. പറയുന്നു, എന്റെ കാഴ്ചപ്പാടിൽ ഈ കാര്യങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അദ്ദേഹത്തിന്റെ കാലടികളെ പിന്തുടർന്ന് അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുക എന്നത് വെറും അഹമ്മദികളുടെ ഉത്തരവാദിത്തമല്ല, മറിച്ച് ഇന്തോനേഷ്യയിലെ ഓരോരോ വ്യക്തിയുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണ്. നമ്മുടെ ഇടയിലുള്ള ഭിന്നിപ്പുകൾ നമ്മുടെ ഇടയിൽ വെറുപ്പിന് ആക്കം കൂട്ടുകയും മനുഷ്യത്വത്തെ അപമാനിക്കുകയും ചെയ്യുന്നു. അത്തരം കാര്യങ്ങളെ നാം അവഗണിക്കേണ്ടതാണ്. ഇന്തോനേഷ്യയിലെ ട്യൂണീഷ്യയുടെ അംബാസിഡർ എഴുതുന്നു, ജുവൈർ സാബ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും തിരുനബിയുടെ കുടുംബത്തിനോടും അഹ്ലെ ബൈത്തിനോടും അതുപോലെ പണ്ഡിത വര്യന്മാരോടും എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്നും എങ്ങനെയാണ് അവരുടെ ഉന്നതമായ അധ്യാപനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതെന്നും ഞാൻ അമീർ സാഹിബിൽ നിന്നാണ് പഠിച്ചത്. അഹമ്മദികളോട് അവിടെ അതിക്രമം ചെയ്യപ്പെട്ടു, അവർക്ക് നേരെ അസഭ്യം പുലമ്പപ്പെട്ടു. ഇന്തോനേഷ്യയിൽ അവർക്കെതിരിൽ വളരെയധികം അതിക്രമം ഉണ്ടായി. എന്നാൽ വളരെ ധൈര്യത്തോടെ തൻ്റെതായ രീതിയിൽ ഇദ്ദേഹം എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചു കൊണ്ടുപോയി. വളരെ പക്വതയോടെ എല്ലാ അഹമ്മദികളെയും അദ്ദേഹം സംരക്ഷിച്ചു. എന്തായാലും ഇദ്ദേഹം എഴുതുന്നു, അഹമ്മദികൾക്കെതിരെ വളരെയധികം അതിക്രമവും അസഭ്യവർഷവും അനീതിയും ഉണ്ടായി. എന്നാൽ ഏതവസ്ഥയിലും നാം വിശ്വസ്തയോടെയും കൂറയോടെയും ദീനിനെയും രാജ്യത്തിനെയും മനുഷ്യത്വത്തിനെയും സേവിക്കേണ്ടതാണ് എന്ന് അമീർ സാഹിബ് നമുക്ക് പഠിപ്പിച്ചു തന്നു. എന്തെന്നാൽ മുഴുവൻ ലോകത്തും അഹമ്മദികളുടെ മുദ്രാവാക്യം ലവ് ഫോർ ഓൾ, ഹേറ്റഡ് ഫോർ നൺ എന്നാണ്. അമീർ സാഹിബ് അള്ളാഹുവിന് പ്രിയപ്പെട്ട വ്യക്തിയും പണ്ഡിതനും ലളിത പ്രകൃതത്തിന് ഉടമയും സാത്വികനുമാണ് എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ദേശീയ തലത്തിലെ ഒരു സംഘടനയുടെ നേതാവായ നിയ ഷറഫുദ്ദീൻ സാഹിബ പറയുന്നു, അമീർ സാഹിബ് സംസാരിക്കുന്ന രീതി വളരെ ആഴത്തിൽ സ്വാധീനം ചെലുത്തുന്നതായിരുന്നു. അദ്ദേഹം വളരെ സൗമ്യമായും അച്ചടക്കത്തോടും സംസാരിക്കുമായിരുന്നെങ്കിലും അതിൽ ദേശസ്നേഹത്തിന്റെ വികാരങ്ങൾ പ്രകടമായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ലവ് ഫോർ ഓൾ, ഹേറ്റഡ് ഫോർ നൺ വ്യക്തമായിരുന്നു. അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു എന്നും എപ്പോഴും ഈമാനോട് കൂടിയും സ്നേഹത്തോടു കൂടിയും സംസാരിക്കുന്ന വ്യക്തിയായിരുന്നു എന്നും ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. മിറാജുദ്ദീൻ ഷാഹിദ് സാഹിബ് പറയുന്നു, അദ്ദേഹം അമീർ ആയിരുന്ന സമയത്ത് ഇന്തോനേഷ്യയിൽ അഹമ്മദിയ ജമാഅത്തിനെതിരിൽ വളരെയധികം എതിർപ്പുകൾ ഉണ്ടാകുകയും ഇന്തോനേഷ്യയിൽ പല സ്ഥലങ്ങളിലും അഹമ്മദികൾക്ക് നേരെ കൊടും ആക്രമണങ്ങൾ നടക്കുകയും ചെയ്തു. അദ്ദേഹം വളരെ ധൈര്യത്തോടെയും ക്ഷമയോടെയും അതിനെ നേരിട്ടു. സർക്കാർ ഉദ്യോഗസ്ഥരും അദ്ദേഹത്തെ ബഹുമാനിക്കുമായിരുന്നു. ഇത് അദ്ദേഹം അവരുമായി പുലർത്തിയിരുന്ന നല്ല ബന്ധം കാരണമായിരുന്നു. പ്രിൻസിപ്പൽ ജാമിയ അഹമ്മദി ഇന്തോനേഷ്യ ഔസം സാഹിബ് എഴുതുന്നു, അമീർ സാഹിബ് ഖിലാഫത്തിനോട് ആത്മാർപ്പണം ചെയ്ത വ്യക്തിയായിരുന്നു. അയൽവാസി ആയതുകൊണ്ട് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകുമ്പോൾ അധികവും എൻ്റെ കൂടെ തന്നെ ഉണ്ടാകുമായിരുന്നു. അദ്ദേഹം എവിടെയെങ്കിലും പര്യടനത്തിന് വേണ്ടി പോകുമ്പോൾ ഞാൻ ഇന്ന ജമാഅത്തിൽ പര്യടനത്തിന് പോവുകയാണെന്ന് തീർച്ചയായും പറയുമായിരുന്നു. എന്നോടും പര്യടനം നടത്താൻ വേണ്ടി പറയുമായിരുന്നു. ജാമിയ അഹമ്മദിയെ പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു. ജാമിയ അഹമ്മദിയ ബോർഡ് മെമ്പർ ആയതുകൊണ്ട് വിദ്യാർത്ഥികളെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ
നിങ്ങൾ മുബല്ലിഗ് ആകാനാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് ജമാത്തുകൾക്ക് എല്ലാ വിധത്തിലും മാതൃകയായി മാറാൻ ശ്രമിക്കേണ്ടതാണ് എന്ന് പറയുന്നു. ഇന്ന് വിദ്യാർത്ഥിക്ക് ഏത് കാര്യത്തിലാണ് ബലഹീനത ഉള്ളത്, അതെങ്ങനെയാണ് ശരിയാക്കേണ്ടത് എന്നെല്ലാം എന്നോട് വ്യക്തിപരമായും മാർഗനിർദ്ദേശം നൽകുമായിരുന്നു. ജാമ്യയിലെ വിദ്യാർത്ഥികളോട് പ്രത്യേക പരിഗണന ഉണ്ടായിരുന്നു. അമേരിക്കയിലെ മൊറബി സിൽസിലെ ഇർഷാദ് മലി സാഹിബ് പറയുന്നു, ഞാൻ ജാമ്യയിൽ ബാസിദ് സാഹിബിന്റെ സഹപാഠിയായിരുന്നു. ഒരേ മുറിയിലും താമസിച്ചിരുന്നു. എനിക്ക് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വളരെ സമീപത്ത് നിന്ന് കാണാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. വളരെ ബുദ്ധിമാനായ, സൽസ്വഭാവിയായ, സൗഹൃദ മനോഭാവമുള്ള, സുസ്മേരവദനായ വ്യക്തിയായിരുന്നു. ബാഡ്മിന്റൺ പ്ലെയർ ആയിരുന്നു. വളരെ മികച്ച ബാഡ്മിന്റൺ പ്ലെയർ ആയിരുന്നു. റബുവിൽ എപ്പോഴും അദ്ദേഹം ബാഡ്മിന്റണിൽ ജയിക്കുമായിരുന്നു. അദ്ദേഹം എന്നോട് ഇപ്രകാരം പറഞ്ഞിരുന്നു. അദ്ദേഹം ഇന്തോനേഷ്യയിൽ നിന്ന് റബുവിലേക്ക് ജാമ്യയിൽ ചേരാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ പ്ലെയർ എന്ന നിലയിൽ ഒരു കമ്പനിയിൽ നിന്ന് വലിയ ഓഫർ അദ്ദേഹത്തിന് ലഭിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് മൗലാന അബ്ദുൽ വാഹിദ് സാഹിബ് തന്റെ മകൻ അബ്ദുൽ ബാസിദ് ഈ ഓഫർ സ്വീകരിച്ച് ജാമ്യയിൽ ചേരാനുള്ള തീരുമാനത്തിൽ മാറ്റം വരുത്തുമോ, പ്രലോഭിപ്പിക്കപ്പെടുമോ എന്ന് ചിന്തിച്ച് അസ്വസ്ഥനായി. തന്റെ പിതാവിന്റെ അസ്വസ്ഥത കണ്ടപ്പോൾ താൻ ഒരിക്കലും ലൗകികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ദീനിനെ ഉപേക്ഷിക്കുന്നതല്ല എന്ന് അദ്ദേഹത്തെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും അക്കാര്യത്തിൽ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ഒരു വലിയ സാമ്പത്തിക ലാഭത്തിന് ദീനിനു വേണ്ടി ഉപദേശിച്ചു. അദ്ദേഹം എപ്പോഴും ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിച്ചു എന്നതിനും അദ്ദേഹം ഈ പ്രതിജ്ഞ പാലിച്ചു എന്നതിനും അദ്ദേഹത്തിന്റെ മുഴുവൻ ജീവിതവും സാക്ഷിയാണ്. ഖിലാഫത്തിനെ വളരെയധികം സ്നേഹിക്കുന്ന, ഖിലാഫത്തിന് വേണ്ടി ആത്മാർപ്പണം ചെയ്ത വ്യക്തിയായിരുന്നു. വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മുല്ലാഹുമായി വളരെ അടുപ്പം സ്ഥാപിച്ചിരുന്നു. താങ്കൾ ഖലീഫത്തുൽ മസീഹ് സാലിസിന്റെ പ്രിയപ്പെട്ടവനല്ലേ എന്ന് ഞങ്ങൾ അദ്ദേഹത്തോട് ഫലിതം പറയാറുണ്ടായിരുന്നു. ഇതേ രീതിയിൽ ഓരോ ഖിലാഫത്ത് കാലഘട്ടത്തിലും അദ്ദേഹം വിശ്വസ്തയോടെയും കൂറോടെയും തന്നെ നിലകൊള്ളുകയുണ്ടായി. അള്ളാഹു അദ്ദേഹത്തോട് കാരുണ്യത്തോടും പുറമെയോടും പെരുമാറുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. ഇദ്ദേഹത്തെ പോലെയുള്ള വ്യക്തികളെയും മുബലീങ്ങളെയും അള്ളാഹു ജമാഅത്തിന് നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞതുപോലെ ഞാനും ഇദ്ദേഹത്തെ പരിപൂർണ അനുസരണയുള്ള നിസ്വാർത്ഥനായ വ്യക്തിയായിട്ടാണ് കണ്ടിട്ടുള്ളത്. അള്ളാഹു നമ്മെ വിട്ട് അകന്നു പോകുന്നവരുടെ വിടവ് സ്വയം നികത്തുമാറാകട്ടെ. ഇദ്ദേഹത്തിന്റെ മാതൃകകളെ ഇന്തോനേഷ്യയിലുള്ള അതുപോലെ ലോകത്തിലുള്ള മുബല്ലിഗുമാരും തങ്ങളുടെ ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. പ്രത്യേകിച്ചും ഇന്തോനേഷ്യയിലെ മുബല്ലിഗുകൾ. ഇതൊക്കെ പഴയ കാര്യങ്ങളല്ല. ഇന്നത്തെ കാലത്തും ദുനിയാവിനേക്കാൾ ദീനിനെ മുന്തിക്കുകയും വഖഫിന്റെ കടമകൾ നിറവേറ്റുകയും ചെയ്ത വ്യക്തികളാണ് ഇവർ. അടുത്ത അനുസ്മരണം സൈനബ് സാഹിബിയെ കുറിച്ചാണ്. ഇവർ തൻസാനിയയിലെ മൊറബി സിൽസില യൂസുഫ് ഉസ്മാൻ കമ്പാല സാഹിബിന്റെ ഭാര്യയാണ്. 70ാമത്തെ വയസ്സിൽ കഴിഞ്ഞ ദിവസം ഇവർ വഫാത്തായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇവരുടെ ഭർത്താവ് യൂസുഫ് ഉസ്മാൻ കമ്പാല സാഹിബ് വിവരിക്കുന്നു, വിനീതിന്റെ ഭാര്യ വളരെ സ്വാത്വികയും കൂടാതെ ജമാഅത്തിന്റെ എല്ലാ ജോലികളിലും സജീവമായി പങ്കെടുത്തിരുന്ന സ്ത്രീയും അയൽക്കാരോട് വളരെ നല്ല ബന്ധം പുലർത്തിയ സ്ത്രീയുമായിരുന്നു. ദരിദ്രരെയും അനാഥരെയും വളരെയധികം പരിപാലിച്ചിരുന്നു. മുറബിമാരെ ആദരിക്കുകയും സേവനം ചെയ്യുകയും ചെയ്തിരുന്നു. ചന്തകളിൽ എപ്പോഴും മുൻപന്തിയിലായിരുന്നു. ഞങ്ങൾ എവിടെയെല്ലാം താമസിച്ചിരുന്നുവോ അവിടെയെല്ലാം ജമാഅത്ത് ജോലികളിൽ എപ്പോഴും മുൻകടന്നിരുന്നു. എല്ലാ അഹമ്മദികളോടും വളരെ നല്ല നിലയിൽ വർത്തിച്ചിരുന്നു. 2-2.5 വർഷമായി ക്യാൻസർ രോഗിണിയായിരുന്നു. ചികിത്സ നൽകി വന്നിരുന്നു. വളരെ നല്ല ഡോക്ടർമാരുടെ ചികിത്സ തന്നെ ലഭിച്ചിരുന്നു. എന്നാൽ അള്ളാഹുവിന്റെ വിധി ജയിക്കുകയും കഴിഞ്ഞ ദിവസം മരണപ്പെടുകയും ചെയ്തു. എഴുതുന്നു, ജനാസയിൽ പങ്കെടുക്കുന്നതിനായി ടെപ്പോറ തുടങ്ങി വിവിധ പ്രദേശങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ജനങ്ങൾ സന്നിഹിതനായിരുന്നു. അതിൽ അനഹമ്മദി ബന്ധുക്കളും പങ്കെടുത്തിരുന്നു. 3 പെൺകുട്ടികളും 3 ആൺകുട്ടികളുമാണുള്ളത്. അവരെല്ലാവരും വിവാഹിതരാണ്. അള്ളാഹു ഇവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ഇവരുടെ മേൽ കരുണ ചൊരിയുമാറാകട്ടെ. അടുത്ത അനുസ്മരണം ഹലീമ ബേഗം സാഹിബയെ കുറിച്ചാണ്. ഇവർ ഷെയ്ഖ് അബ്ദുൽ ഖദീർ സാഹിബ് ദർവേഷ് ഖാദിയാന്റെ ഭാര്യയാണ്. കഴിഞ്ഞ മാസമാണ് വഫാത്തായത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമസ്കാര, നോമ്പ് ഇത്യാദി കാര്യങ്ങളിൽ വളരെ കൃത്യനിഷ്ഠയായിരുന്നു. വളരെ നന്ദിയുള്ള, ക്ഷമാശീലയായ, സൽസ്വഭാവിയായ, നല്ല സംസ്കാരമുള്ള സ്ത്രീയായിരുന്നു. കുട്ടികളെ നമസ്കാരശീലവും വിശുദ്ധ ഖുർആൻ പാരായണശീലവും ഉള്ളവരാക്കാൻ പരിശ്രമിച്ചിരുന്നു. ആരോഗ്യം അനുവദിച്ചിരുന്ന കാലത്തോളം ഖാദിയാനിൽ കുട്ടികൾക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിരുന്നു. ഖിലാഫത്തിനോട് വളരെയധികം സ്നേഹമായിരുന്നു. കാലത്തിന്റെ ഖലീഫയുടെ ഭാഗത്തു നിന്ന് വരുന്ന എല്ലാ ആഹ്വാനങ്ങൾക്കും ലബ്ബേക്ക് പറഞ്ഞിരുന്നു. ദർവേഷിൻ കാലഘട്ടത്തിൽ വളരെ ക്ഷമയോടെയും നന്ദിയോടെയും കൂടി അവർ കഴിച്ചുകൂട്ടി. വളരെ ദരിദ്രാവസ്ഥയിലായിരുന്നിട്ടും
യാചകർ വന്നാൽ അവരെ വെറും കൈയോടെ മടക്കി അയച്ചിരുന്നില്ല. മർഹൂമയുടെ വീട് ദാറുൽ മസീഹിന്റെ അടുത്തായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. അക്കാരണത്താൽ തന്നെ ജൽസസാലയുടെ ദിവസങ്ങളിൽ അതിഥികളെ കൊണ്ട് വീട് നിറയുമായിരുന്നു. അതിഥികളെ വളരെ നല്ല നിലയിൽ സ്വീകരിക്കുകയും അവർക്ക് വളരെ നല്ല ആതിഥ്യ മര്യാദ അരുളുകയും ചെയ്തിരുന്നു. മർഹൂമ മൂസിയ ആയിരുന്നു. അവരുടെ മകന് ഷെയ്ഖ് നാസിർ വഹീദ് സാഹിബിന് ഖാദിയാനിലെ നൂർ ഹോസ്പിറ്റലിലെ ആക്ടിംഗ് അഡ്മിനിസ്ട്രേറ്ററായി സേവനമനുഷ്ഠിക്കാനുള്ള തൗഫീക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ 3 പെൺകുട്ടികൾ എല്ലാവരും വിദേശത്താണ്. അള്ളാഹു താല മർഹൂമയിൽ കരുണ ചൊരിയുമാറാകട്ടെ, മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അടുത്ത അനുസ്മരണം മേലെ അനീസ എപ്പിസായി സായിബ കെനി ബാസ്കയുടേതാണ്. ഇവയുടെ ജീവിതത്തിന്റെ അവസ്ഥയും വളരെ വിചിത്രമാണ്. അതുപോലെ തന്നെ അഹമ്മദിയത്ത് സ്വീകരിച്ച സംഭവം വളരെ വിചിത്രമാണ്. വളരെ സാത്വികയും ആത്മാർത്ഥതയുമുള്ള സ്ത്രീയായിരുന്നു. അവർ കഴിഞ്ഞ ദിവസം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 73 വയസ്സായിരുന്നു പ്രായം. ഖാജ ഫായിസ് സാഹിബ് മൊറബി കരിബാസ് പറയുന്നു, മേലെ അനീസ എപ്പിസായി സാഹിബ കരിബാസ് ജമാത്തിലെ ആദ്യത്തെ മുസ്ലിമും ആദ്യത്തെ അഹമ്മദിയുമായിരുന്നു. എങ്ങനെയൊക്കെയോ വിശുദ്ധ ഖുർആന്റെ ഒരു പ്രതി അവർക്ക് എവിടെയോ വെച്ച് കിട്ടുകയുണ്ടായി. ലോകത്തിന്റെ ആ കോണിലും അവർക്ക് ഖുർആന്റെ പ്രതി ലഭിച്ചു. മറ്റു പുസ്തകങ്ങളും ഖുർആനെ കൂടാതെ അവിടെ വളരെ ദുർലഭമായിരുന്നു. ഇവർക്ക് വിശുദ്ധ ഖുർആന്റെ കോപ്പി കിട്ടിയപ്പോൾ സ്വയം തന്നെ അത് വായിക്കാൻ തുടങ്ങി. തർജ്ജമയും ഉണ്ടായിരുന്നു. അത് വായിച്ചതിന് ശേഷം മേലെ അനീസ എപ്പിസായി സാഹിബയിൽ വിശുദ്ധ ഖുർആൻ എത്രത്തോളം പ്രഭാവം ചെലുത്തി എന്നാൽ അവർ ഹൃദയാത്മന അഹമ്മദത്തിൽ ഇസ്ലാമിൽ വിശ്വാസം കൈക്കൊള്ളുകയുണ്ടായി. അതോടൊപ്പം തന്നെ പർദയും ആചരിക്കാൻ തുടങ്ങി. ആദ്യത്തെ അഹമ്മദിയ മുബല്ലിഗ് ഹാഫിസ് ജിബ്രീൽ സയ്യിദ് സാഹിബ് മർഹൂം അവിടെ എത്തിയപ്പോൾ അദ്ദേഹം ജനങ്ങളോട് ചോദിച്ചു, ഈ രാജ്യത്ത് ആരെങ്കിലും മുസ്ലിം ആയിട്ടുണ്ടോ? അപ്പോൾ മേലെ അനീസ എപ്പിസായി സാഹിബയെ ആളുകൾ ചൂണ്ടിക്കാണിച്ചു. ഇവിടെ കേവലം ഒരു വ്യക്തി മാത്രമേ ഈ രാജ്യത്ത് മുസ്ലിമായുള്ളൂ എന്ന് പറയുകയുണ്ടായി. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നോക്കുക, മേലെ അനീസ എപ്പിസായി സാഹിബ ഹൃദയത്തിൽ ഇസ്ലാം സ്വീകരിച്ചിരുന്ന അതേ വർഷത്തിൽ തന്നെ അവിടെ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹിയുടെ നിർദ്ദേശപ്രകാരം അവിടെ മുബല്ലിഗും എത്തിച്ചേർന്നു. വളരെ തന്റേടിയായ ഈ യുവ സ്ത്രീ ആ സമയത്ത് തന്റെ കുടുംബത്തിലും തന്റെ കൂട്ടുകാർക്കിടയിലും ഇസ്ലാമിനെ കുറിച്ചുള്ള തബ്ലീഗ് തുടങ്ങി കഴിഞ്ഞിരുന്നു. മുബല്ലിഗ് അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ 100,000-ഓളം ജനസംഖ്യയുള്ള ഈ ചെറിയ രാജ്യത്ത് അവരെ പറ്റി ഒരു സ്ത്രീ മുസ്ലിം ആയിരിക്കുന്നു എന്ന് വളരെ പ്രസിദ്ധമായി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് മുബല്ലിഗ് ഹാഫിസ് ജിബ്രീൽ സയ്യിദ് മർഹൂം കരിബാസ് എന്ന രാജ്യത്തെത്തിയപ്പോൾ ആദ്യമേ തന്നെ അള്ളാഹു അദ്ദേഹത്തിന് ജമാഅത്തിന് വേണ്ടി തയ്യാറാക്കിയ ഒരു പ്രബലയായ സഹായി ആയി അവർ മാറുകയുണ്ടായി. സുൽത്താൻ നസീർ ആയി അവർ നിലകൊള്ളുകയുണ്ടായി. ഏക മുസ്ലിം ആയതുകൊണ്ടും പർദ്ദ ആചരിക്കുന്നത് കൊണ്ടും തബ്ലീഗ് ചെയ്തിരുന്നാലും അവർ അവിടെ വളരെ വിഖ്യാതിയായിരുന്നു. ആദ്യ മുബല്ലിഗ് സാഹിബ് അവിടെ എത്തിയപ്പോൾ, ജിബ്രീൽ സാഹിബ് എത്തിയപ്പോൾ മേലെ അനീസ സാഹിബ ബയത്ത് ചെയ്തു. അങ്ങനെ അവർ ജമാഅത്തിൽ പ്രവേശിച്ചു. അവർ മുബല്ലിഗ് സിൽസിലേക്ക് താമസിക്കാനുള്ള ഏർപ്പാട് ചെയ്തു. എല്ലാ സൗകര്യങ്ങളും ഏർപ്പാട് ചെയ്തു. തുടർന്ന് തബ്ലീഗ് പ്രവർത്തനങ്ങളിൽ വ്യാപൃതിയായി. നിരവധി ആളുകൾ അവരുടെ തബ്ലീഗ് ഫലമായി ജമാഅത്തിൽ പ്രവേശിക്കുകയുണ്ടായി. അവർക്ക് ജമാഅത്തിനോട് അത്യധികം സ്നേഹമായിരുന്നു. മൊറബിമാരെ നല്ലവണ്ണം അവർ ആദരിച്ചിരുന്നു. ജനങ്ങളുടെ കഠിനമായ എതിർപ്പുണ്ടായിരുന്നിട്ടും വിശ്വാസത്തിൽ യാതൊരു ചാഞ്ചല്യവും വന്നില്ല. അവർ പോകുന്നിടങ്ങളിലെല്ലാം തന്നെ പർദ്ദ ധരിച്ചായിരുന്നു പോയിരുന്നത്. അവരുടെ മുസ്ലിം വസ്ത്രധാരണവും തബ്ലീഗിന് ഒരു കാരണമായി. ജനങ്ങൾ അവരെ പരിഹസിക്കുകയും ചിലപ്പോഴൊക്കെ അസഭ്യം പറയുകയും അവരോട് കയർത്ത് സംസാരിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും അവർ ഒരിക്കലും തന്റെ ഈമാനോ അതുപോലെ പർദ്ദയോ ഒഴിവാക്കുകയുണ്ടായില്ല. ഒരു ഉദാത്ത മാതൃക അവർ സ്ഥാപിക്കുകയുണ്ടായി. പർദ്ദ അള്ളാഹുവിന് വേണ്ടി ആകുമ്പോൾ പിന്നെ ജനങ്ങൾ എന്തു പറയുന്നുവെന്ന് താൻ എന്തിനു ഗൗനിക്കണം എന്നതായിരുന്നു അവരുടെ നിലപാട്. ആദ്യം അവർ തന്റെ ഹൃദയത്തിൽ ഇസ്ലാം സ്വീകരിച്ചിരുന്നപ്പോൾ നമസ്കരിക്കാൻ അറിയുമായിരുന്നില്ല. അവർ സുജൂദ് ചെയ്യാതെ സ്വന്തമായ നിലയിൽ ആരാധന നടത്തിയിരുന്നു. അവരുടെ പിതാവ് ഇവരുടെ പുതിയ രീതിയിലുള്ള ആരാധന കണ്ടപ്പോൾ വളരെയധികം കോപാകുലനായി. കോപം പ്രകടിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ പേജുകൾ കീറിക്കളയുമെന്ന് ഭീഷണി മുഴക്കി. അപ്പോൾ അവർ തന്റെ പിതാവിനോട് മറുപടിയായി പറഞ്ഞു, എന്നാൽ പിന്നെ ഹദരത്ത് ഈസ അലൈഹി സ്വലാം അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന പരാമർശമുള്ള ബൈബിളിന്റെ പേജുകളും കീറേണ്ടി വരും താങ്കൾക്ക് എന്ന് പറയുന്നുണ്ട്. അവർ തന്റെ വിശ്വാസത്തിൽ വളരെ സ്ഥൈര്യത്തോടെയും ധൈര്യത്തോടെയും നിലകൊണ്ടു. പിന്നീട് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മുബല്ലിഗ് വന്നത് കാരണം അവർ നമസ്കാരം പഠിക്കുകയും ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തു. ലോകത്തിന്റെ ആ ഒരു മൂലയിൽ ഈ സ്ഥലത്ത് എല്ലാ ജനങ്ങളും ഇസ്ലാമിനെ മോശമായ ദൃഷ്ടിയോടെയാണ് നോക്കിക്കണ്ടിരുന്നത്. ആ സമയത്ത് ഈ മുജാഹിദ, ഇസ്ലാമിന്റെ പോരാളി, സധൈര്യം എല്ലാവരെയും നേരിടുകയും ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ യാതൊരു ഭയവും കൂടാതെ ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുകയും ചെയ്തു പോന്നു.
അള്ളാഹുവിനെ അല്ലാതെ അവർ ആരെയും ഭയപ്പെട്ടിരുന്നില്ല. ഈ സവിശേഷത കാരണത്താൽ നിരവധി സാധാരണക്കാരിലും രാഷ്ട്രീയക്കാരിലും അവരോട് വളരെയധികം ആദരയുക്തമായ ഭയം ഉളവാകുകയുണ്ടായി. അങ്ങനെ അള്ളാഹു എത്രമാത്രം അനുഗ്രഹിച്ചുവെന്നാൽ അവരുടെ ഈ പ്രഭാവവും വിശ്വാസദാർഢ്യവും കാരണത്താൽ രാഷ്ട്രീയക്കാരിൽ ഒരു പ്രത്യേക സ്വാധീനം ഉളവാകുകയും ജമാഅത്തിന്റെ രജിസ്ട്രേഷന് വേണ്ടി അവരുടെ സഹായം അവർ നൽകുകയുമുണ്ടായി. ശക്തമായ എതിർപ്പ് കാരണം അതിന് അംഗീകാരം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരുടെ പ്രൗഢിയും പ്രതാപവും എത്രത്തോളം ഉണ്ടായിരുന്നു എന്നാൽ അവരെ നന്നായി അറിയുന്ന ആർക്കും തന്നെ അവരുള്ളപ്പോൾ അവരുടെ സാന്നിധ്യത്തിൽ അവരോടുള്ള ആ ഒരു ഭയവും സ്വാധീനവും നിമിത്തം ഇസ്ലാമിനെതിരായി അവർക്കൊന്നും തന്നെ മിണ്ടാൻ സാധിച്ചിരുന്നില്ല. വളരെ നീണ്ടകാലം തന്റെ വീട് നമസ്കാര സെന്ററായി അവർ ഉപയോഗിച്ചു. അവരുടെ മകൻ അഹമ്മദ് എപ്പിസായി യുവത്വത്തിൽ പ്രവേശിച്ചപ്പോൾ അവർ തന്റെ മകനെ ജമാഅത്തിനായി സമർപ്പിച്ചു കൊണ്ട് ജാമിയ അഹമ്മദിയ ഖാനയിൽ അയക്കുകയുണ്ടായി. ജനങ്ങൾ അവരെ അക്കാര്യത്തിൽ നിന്ന് തടയാൻ കഴിവതും കിണഞ്ഞു പരിശ്രമിച്ചു. എന്തിനാണ് നീ നിന്റെ മകനെ അയക്കുന്നത്? അവർ നിന്റെ മകനെ അവിടെ കൊല്ലുന്നതാണ് എന്നൊക്കെ പറഞ്ഞു ഭയപ്പെടുത്തുകയുണ്ടായി. എന്നാൽ വളരെ അഭിമാനത്തോടെ അവർ തന്റെ മകനെ അങ്ങോട്ടേക്ക് അയക്കുകയുണ്ടായി. പക്ഷെ അള്ളാഹുവിന്റെ വിധി അനുസരിച്ച് ആഫ്രിക്കയിൽ പോയതിനു ശേഷം അഹമ്മദ് എപ്പിസായി മലേറിയ പിടിപെട്ട് രോഗബാധിതനാകുകയും അവിടെ വെച്ച് വഫാത്താകുകയും ചെയ്തു. ആ സമയത്ത് ജനങ്ങൾ വന്നു പറഞ്ഞു, നോക്കൂ, ഇസ്ലാം കളവാണ്, അതുകൊണ്ടാണ് നിന്റെ മകൻ മരണപ്പെട്ടത്. എന്നാൽ മേലെ അനീസ എപ്പിസായി സാഹിബ അതിനെ യാതൊരു വിധത്തിലും ഗൗനിച്ചില്ല, അക്കാര്യം ശ്രദ്ധിച്ചേയില്ല. ഇസ്ലാമിൽ തന്നെ നിലകൊള്ളുകയും ഇസ്ലാമിന് വേണ്ടി വളരെ ധൈര്യത്തോടെ തുടർന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ആദ്യത്തെക്കാൾ ഉപരിയായി ശക്തിയുക്തം മുന്നേറുകയും ചെയ്തു. അവരുടെ വിശ്വാസ കാര്യത്തിലോ പർദ്ദയുടെ കാര്യത്തിലോ യാതൊരു വ്യത്യാസവും വന്നില്ല. അവരുടെ മറ്റു മക്കളും ഇസ്ലാമിൽ സ്ഥൈര്യപൂർവ്വം നിലകൊണ്ടു. അവരുടെ തബ്ലീഗും അതുപോലെ തുടർന്നു കൊണ്ടിരുന്നു. സന്തപ്ത കുടുംബത്തിൽ 3 പെൺകുട്ടികളും 1 മകനുമാണുള്ളത്. അള്ളാഹു താല അവർക്ക് ക്ഷമ നൽകുമാറാകട്ടെ. അവർക്ക് തങ്ങളുടെ മാതാവിനെ പോലെ ഇസ്ലാമിനും അഹമ്മദിയത്തിനും സേവനം ചെയ്യാനുള്ള തൗഫീക്ക് ലഭിക്കുമാറാകട്ടെ. അള്ളാഹു അവിടെ വിതച്ച വിത്തിൽ അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. അവരുടെ ആഗ്രഹം അനുസരിച്ച് ആ ചെറിയ ദ്വീപ് മുഴുവൻ അഹമ്മദിയത്തിന്റെ പ്രഭാവത്തിൽ വരികയും ചെയ്യുമാറാകട്ടെ. അള്ളാഹു ഇങ്ങനെയുള്ള നിർഭയയും മാതൃകായോഗ്യയും തബ്ലീഗിന് ആവേശമുള്ളവരുമായ അതുപോലെ വിശ്വാസവും സ്ഥൈര്യവുമുള്ള മുബല്ലിഗീങ്ങളെക്കാൾ കൂടുതലായി തബ്ലീഗിന്റെ കടമ നിറവേറ്റുന്ന ഇങ്ങനെയുള്ള സ്ത്രീകളെ ഇനിയും ജമാഅത്തിന് നൽകിക്കൊണ്ടിരിക്കുമാറാകട്ടെ. ഇത്തരം മാതാക്കളെ ഇനിയും ജമാഅത്തിന് ലഭിക്കുമാറാകട്ടെ. അള്ളാഹു അവർക്ക് മേൽ കരുണ ചൊരിയുകയും അവരുടെ പദവികൾ മേൽക്കുമേൽ ഉയർത്തുകയും ചെയ്യുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.